അത് പറയാം. അത് സിനിമലയിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമാണ്. സിനിമലയിലെ എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുത്തത് ഈ സർക്കാരാണ്. ചലച്ചിത്ര അക്കാദമിയിൽ ഞാനോ അല്ലെങ്കിൽ മറ്റംഗങ്ങളല്ല. സർക്കാർ ചലച്ചിത്ര സംവിധായകൻ എന്നുള്ള രീതിയിലാണ് സിനിമലയിലെ ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്തത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അപ്പോൾ അത് ഈ പറയുന്ന സംവിധായകന്റെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ അദ്ദേഹത്തിന്റെ സിനിമ സെലക്ട് ചെയ്യുന്നത്? അത് നിങ്ങൾ മറുപടി പറയും. രാഷ്ട്രീയം നോക്കിയിട്ടാണോ? രാഷ്ട്രീയം നോക്കിയിട്ടല്ല സിനിമ സെലക്ട് ചെയ്യുന്നത്. സിനിമലയിലെ രാഷ്ട്രീയക്കാരനാക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം സർഗതനായിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് സർക്കാർ തീരുമാനിച്ചാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ഈ ബോർഡിൽ തുടരുകയാണ്. പുള്ളിയാണെങ്കിലും വേറെ പ്രത്യേക രാഷ്ട്രീയ വിശ്വാസം നോക്കിയിട്ടല്ലോ. ഇടപക്ഷമാണെന്ന് നോക്കിയിട്ടല്ലോ. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണല്ലോ വിവിധ ജില്ലകളിലായിട്ട് മേള സംഘടിപ്പിക്കുന്നത്. ഞാനതിന് മറുപടി പറയുന്നില്ല. അത്രയൊക്കെ തെറ്റല്ലല്ലോ അത്. കാരണം അത് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പുതിയതായിട്ട് പറയേണ്ട കാര്യമില്ല. ക്ഷണിക്കാത്തതല്ല. അത് വളരെ തെറ്റിദ്ധാരണജനകമായിട്ട് ആ വാർത്തകൾ അങ്ങനെ വന്നു എന്ന് പറഞ്ഞുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് ക്ഷണിക്കേണ്ട രീതി അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ തന്നെ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം അത് രാഷ്ട്രീയമായിട്ടുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ചലച്ചിത്ര പ്രവർത്തകർ തമ്മിലുള്ള എന്താ പറയുക പ്രവർത്തനവുമായാലും ശരി ആശയവിനിമയമായാലും ശരി അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഭാവിയിലും വലിയ ദോഷം ഉണ്ടാക്കുന്നതാണ്. നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് സിനിമയ്ക്ക് ബാഹ്യമായിട്ടാണ് പലപ്പോഴും ഉണ്ടാകാറ്. സിനിമയായിട്ട് അതിനെ കൂട്ടിയാലും ചരിത്രമേളയായിട്ടൊക്കെ അതിനെ കൂട്ടി ചേർക്കാന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കാം. പക്ഷേ ചലച്ചിത്ര മേഖലയുള്ളവർ അതിനെ രാഷ്ട്രീയമായിട്ട് എന്നെ ക്ഷണിച്ചില്ല, മറ്റൊരാൾ ഒഴിവാക്കി ഇയാൾ കൂട്ടിച്ചേർത്തു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോയത് നിർഭാഗ്യകരമായി പോയി. അത് ഇപ്പൊ സലീം കുമാറിന് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംവിധായകൻ സലീം അഹമ്മദ് പറഞ്ഞത് അത് ചിലരുടെ ബോധമില്ലായ്മയുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കണം. ബോധം ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സലീം അഹമ്മദ് നിങ്ങൾ അവകാശപ്പെടുന്നത് സലീം അഹമ്മദ് എറണാകുളത്തുകാരനാണ്. നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അദ്ദേഹം ഈ നാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. ഇവിടെയാണ് അദ്ദേഹം വരേണ്ടത് ഇല്ലേ? നിങ്ങളല്ലേ അഭിമാനിക്കുന്നത്? അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയതിൽ എറണാകുളത്തുകാരെ അഭിമാനിക്കുന്നതിന് കൂടുതൽ ഈ മലബാറിലുള്ള തലശ്ശേരിയിലുള്ള മട്ടന്നൂരിലുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആൾക്കാരല്ലേ അഭിമാനിക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ഇവിടുത്തെ ഒരു കമ്മിറ്റിയുടെ അതായത് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ തെറ്റിദ്ധാരണജനകമാണ്. അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ബോധം ആരുടേതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. കാരണം എന്നെ സംബന്ധിച്ചോളം പറയുന്നത് അദ്ദേഹം മലബാറുകാരനാണ്, എറണാകുളത്തുകാരനല്ല. എറണാകുളത്തുകാർ ഒരുപാട് എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. പലരും വന്ന് എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊടുങ്ങല്ലൂർക്കാരനാണെന്ന് അറിയപ്പെടാനും ഇഷ്ടം. എനിക്കിഷ്ടം. ഞാൻ തിരുവനന്തപുരത്ത് ആൾക്കാരുമായിട്ട് കളിക്കുന്നതാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചിട്ട് എനിക്ക് യാതൊരു വിരോധം ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂരാളില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ദേശത്തിനോടും നാടിനോടും സ്നേഹം ഉണ്ടാകുന്നതാണ് ആദ്യമായിട്ട്. ഞാൻ അദ്ദേഹത്തെ ഇവിടുത്തെ ചടങ്ങിൽ ക്ഷണിച്ചിട്ടില്ല. അത് അദ്ദേഹം നിഷേധിക്കുന്ന എനിക്ക് തോന്നുന്നു. അതെ, ശ്രീനിവാസനോട് സംസാരിക്കും. പക്ഷെ ശ്രീനിവാസന് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് യാത്ര ചെയ്യാനോ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ ട്രീറ്റ്മെന്റിലാണ്. ഇന്നത്തെ മാതൃഭൂമിയിലാണ് നിങ്ങളത് വായിച്ചു കാണുകയായിരിക്കും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒഴിവാക്കിയതല്ല, ഒരിക്കലും ഒഴിവാക്കിയതല്ല. അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുണ്ട്. ചലച്ചിത്ര അക്കാദമി കറക്ക് കമ്പനിയായെന്നും മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും ദീപേഷ് പത്രസമ്മേളനത്തിൽ ആരോപിക്കുന്നു. അദ്ദേഹം അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോകും. കാരണം എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ദീപേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഇവിടുത്തെ ചലച്ചിത്രകാരൻ ചലച്ചിത്ര അക്കാദമിയുടെ ജൂറിയിൽ പോലും ഇരുന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഈ വർഷം വന്നില്ല, തെരഞ്ഞെടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ അതായത് ഒരു ചലച്ചിത്ര സംവിധായകൻ ആലോചിക്കേണ്ട ഒരു കാര്യം. ദീപേഷ് മാത്രമല്ല, പലരും ചലച്ചിത്ര അക്കാദമിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. ആ വർഷത്തെ സിനിമകൾ സെലക്ട് ചെയ്യാത്ത സംവിധായകരാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അവരുടെ സിനിമകൾ സെലക്ട് ചെയ്ത വർഷങ്ങളിൽ അവർ ആരോപണം ഉന്നയിക്കുന്നില്ല. നിങ്ങൾ മറിച്ച് കണ്ടെത്താമോ എന്ന് പറയാം. ദീപേഷിന്റെ സിനിമ ഇത്തവണ തെരഞ്ഞെടുത്തില്ല. ഇതിനു മുമ്പ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അന്ന് ചലച്ചിത്ര അക്കാദമി വളരെ നല്ലതായിരുന്നു എന്നതാണ് ദീപേഷ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കാൻ ചലച്ചിത്ര അക്കാദമി തയ്യാറാണ്. അതൊരു കാലത്തും തയ്യാറില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സാംസ്കാരിക രംഗത്ത് അത്രയും പ്രാധാന്യമുള്ള ഒരു ചലച്ചിത്ര സ്ഥാപനം, ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട സ്ഥാപനം. സാംസ്കാരിക വകുപ്പിന്റെ
തീർച്ചയായിട്ടും അത്തരം നമ്മുടെ സ്വജനപക്ഷപാതങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഇത്തവണയും നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, വലിയ സംവിധായകരുടെ സിനിമകളും ഈ മേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, മുൻകാലങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ സിനിമ സെലക്ട് ചെയ്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആരോപണമായി വന്നാൽ അത് അടിസ്ഥാനം ചെയ്തോണെന്ന് അന്യം പറഞ്ഞ് മറുപടി അറിയിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന് കാര്യമില്ല. പിന്നെ പിണറായി വിജയനെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ളത് അത് പാർട്ടി പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ സർക്കാർ പരിശോധിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല. ഏത് തരത്തിലാണ് ഗൂഢാലോചന നടത്തുന്നത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്താനുള്ള സ്ഥാപനമാണ് സാംസ്കാരിക വകുപ്പ്, ചലച്ചിത്ര അക്കാദമി. അത് അദ്ദേഹം ആലോചിക്കണം. അങ്ങനെ ഒരു പ്രസ്താവന നടക്കുമ്പോൾ 2 വർഷം ആയിട്ടില്ല, 1 വർഷം മുമ്പാണ് ജൂറിയിൽ മെമ്പറായിരുന്നു. അതാണ് പറയുന്നത്. അങ്ങനത്തെ ഒരാളെ ഇത്തരം പ്രസ്താവന കാര്യമില്ല. അന്ന് അദ്ദേഹം പറയണമായിരുന്നു. അതാണ് ആർജവം കാണിക്കുന്നത്. ഇപ്പോഴല്ല, അദ്ദേഹത്തിന്റെ സിനിമ സെലക്ട് ചെയ്യാത്ത വർഷമല്ല എന്ന് പറയേണ്ടത്, അന്ന് പറയണമായിരുന്നു, വരുന്നതായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോഴെടുക്കാൻ കഴിയില്ല, ഇപ്പോഴെടുക്കാൻ ഒരു ജൂറിയെ തീരുമാനിക്കും. എന്ത് രാഷ്ട്രീയ സാംസ്കാരിക നിലപാടുകളിലാണ് ഈ ചലച്ചിത്ര മേള ആരംഭിച്ച കാലം മുതൽ ചലച്ചിത്ര അക്കാദമിയും സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ IFFയുടെ കാര്യത്തിൽ ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. എല്ലാം പൂർണ്ണമായി IFF സംഘടിപ്പിക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെയും വ്യക്തമായ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ചലച്ചിത്രങ്ങളെ എങ്ങനെ ഫ്രെയിം ചെയ്തു അതിൽ നിന്നും യാതൊരു രീതിയിലും വ്യതിചലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മത്സര വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 3 ലോക രാജ്യങ്ങളിൽ പറഞ്ഞ മത്സര വിഭാഗത്തിൽ മാത്രമല്ല, ഈ വർഷം മത്സര വിഭാഗത്തിൽ 14 സിനിമകളാണ്. എല്ലാ വർഷവും 14 സിനിമകൾ. അതിൽ 4 സിനിമകൾ ഇന്ത്യൻ സിനിമകളും, 4 ഇന്ത്യൻ സിനിമകളിൽ 2 സിനിമ മലയാള സിനിമയും 10 വിദേശ സിനിമകളുമാണ് ഉണ്ടാവുക. ഇത് കൂടാതെ വേൾഡ് സിനിമയിലടക്കം 22 സിനിമകൾ ഈ വർഷം 3 ലോക രാജ്യങ്ങളിലെ സിനിമയാണ്. ഈ 80 സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 22 സിനിമകൾ ഈ 3 ലോക രാജ്യങ്ങളിലെ സിനിമകളാണെന്ന് കൂടി ഞാൻ പറയണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ IFFയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇത്തവണയും വന്നിട്ടില്ല. 4 ഇടങ്ങളിലാണെങ്കിലും അതേ ഗൗരവത്തോടുകൂടി തന്നെയാണ് ചലച്ചിത്ര അക്കാദമി മേള സംഘടിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മേള നടക്കുമ്പോൾ എല്ലാ വർഷവും പൊതുജനങ്ങളുടെ, അതായത് ഡെലിഗേറ്റ്സിന്റെ വലിയ ആഘോഷം ഉണ്ടാവാം. ഒരു ആഘോഷവും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എല്ലാ വർഷവും മേള നടക്കുമ്പോൾ 15,000-ഓളം ഡെലിഗേറ്റ്സ് വരുമ്പോൾ അവരുടെ കൂടിച്ചേരലിന്റെ ഒരു മേളയാണ്. ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ, സംവാദങ്ങൾ, മറ്റു രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഈ വേദികളിൽ നടക്കാറുണ്ട്. നമുക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത്തരം ആഹ്ലാദങ്ങളോ ആർഭാടങ്ങളോ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് നിർത്തിയില്ല. പക്ഷെങ്കിലും തീർച്ചയായിട്ടും സംവദിക്കാനുള്ള എല്ലാ അവസരവും പൊതുജനങ്ങൾക്കുണ്ടാവും, അതായത് ഡെലിഗേറ്റ്സിനുണ്ടാവും, പ്രതിഷേധിക്കാനുള്ള അവസരം ഉണ്ടാവും. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലബാറിലേക്ക് ഈ മേള എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയ ആവേശമാണ്. ഓരോ സ്ഥലങ്ങളിൽ ഈ മേള നടക്കുമ്പോൾ സിനിമകളുടെ ഒരു പ്രസരണം ഉണ്ടാകുന്നത്. അതാണ് പ്രത്യേകിച്ച് മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. 2 സിനിമ കോമ്പറ്റീഷൻ കൂടാതെ 12 മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. അതിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാത്ത സിനിമകൾ, പുതിയ സംവിധായകരുടെ സിനിമയുണ്ട്. KP കുമാരനെ പോലെ വളരെ പരിണതപ്രാപ്തനായ വിഖ്യാത സംവിധായകരുടെ സിനിമയൊക്കെ ഇതിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. അവർ KP കുമാരൻ തന്നെ ഞങ്ങളോട് സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രം പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് എപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ചില സിനിമകളില്ല, നമുക്കറിയാം. റിലീസിന് പോലും അവസരമില്ലാത്ത ചില സിനിമകൾ ഉണ്ടാകാറുണ്ട്. അത്തരം സിനിമകൾ 4 കേന്ദ്രങ്ങളിലാവുമ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയ സിനിമകൾ എത്തുന്നു, അതിൻ്റെ റീച്ച് എത്തുന്നു എന്നാണ്. ഗ്രാമോത്സവത്തിലെ കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിയിട്ടാണ് KP കുമാരൻ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ 4 സ്ഥലത്തും ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തു, ഈ സിനിമകൾ പ്രേക്ഷകർ കാണുന്നു എന്നുള്ളൊരു സന്തോഷം. അതുപോലെ തന്നെ പുതിയ കുറെ സംവിധായകരുടെ സിനിമകളുണ്ട്, അവരും നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അപ്പൊ ആ രീതിയിൽ കൂടി ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ടൂറിസ്റ്റ് ഓഫീസ്. അതെല്ലാ വർഷവും ഗ്രാമങ്ങൾക്ക് കേരളം മുഴുവൻ നമ്മൾ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ടൂറിസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. നമുക്ക് സിനിമകൾ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. കണ്ണൂരിന്റെ എല്ലായിടത്തും സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. പക്ഷെ അതിന് കഴിയാതെ പോയിരിക്കുകയാണ്. അപ്പൊ ഈ മേള 4 സ്ഥലത്തേക്ക് എത്തുമ്പോൾ
ആ രീതിയിൽ കൂടി പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളത് അത് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടി ഈ 4 സ്ഥലത്തേക്ക് മേള കിട്ടുന്നുണ്ട്. ഞാൻ ആമുഖമായിട്ട് ഇതിൽ പറയുന്നുള്ളൂ. എന്ത് രാഷ്ട്രീയ സാംസ്കാരിക നിലപാടുകളിലാണ് ഈ ചലച്ചിത്ര മേള ആരംഭിച്ച കാലം മുതൽ ചലച്ചിത്ര അക്കാദമി സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ IFFKയുടെ കാര്യത്തിൽ ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. എല്ലാം പൂർണ്ണമായി IFFK സംഘടിപ്പിക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെയും വ്യക്തമായ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ചലച്ചിത്രങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്തു അതിൽ നിന്നും യാതൊരു രീതിയിലും വ്യതിചലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മത്സര വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 3 ലോക രാജ്യങ്ങളിൽ പറഞ്ഞ മത്സര വിഭാഗത്തിൽ മാത്രമല്ല, ഈ വർഷം മത്സര വിഭാഗത്തിൽ 14 സിനിമകളാണ്, എല്ലാ വർഷവും 14 സിനിമകൾ. അതിൽ 4 സിനിമകൾ ഇന്ത്യൻ സിനിമകളും, 4 ഇന്ത്യൻ സിനിമകളിൽ 2 സിനിമ മലയാള സിനിമയും 10 വിദേശ സിനിമകളുമാണ് ഉണ്ടാവുക. ഇത് കൂടാതെ വേൾഡ് സിനിമയിലടക്കം 22 സിനിമകൾ ഈ വർഷം 3 ലോക രാജ്യങ്ങളിലെ സിനിമയാണ്. ഈ 80 സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 22 സിനിമകൾ ഈ 3 ലോക രാജ്യങ്ങളിലെ സിനിമകളാണെന്ന് കൂടി ഞാൻ പറയണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ IFFKയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇത്തവണയും വന്നിട്ടില്ല. 4 ഇടങ്ങളിലാണെങ്കിലും അതേ ഗൗരവത്തോടുകൂടി തന്നെയാണ് ചലച്ചിത്ര അക്കാദമി മേള സംഘടിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മേള നടക്കുമ്പോൾ എല്ലാ വർഷവും പൊതുജനങ്ങളുടെ അതായത് ഡെലിഗേറ്റ്സിന്റെ വലിയ ആഘോഷം ഉണ്ടാവാം. ഒരു ആഘോഷവും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എല്ലാ വർഷവും മേള നടക്കുമ്പോൾ 15,000-ഓളം ഡെലിഗേറ്റ്സ് വരുമ്പോൾ അവരുടെ കൂടിച്ചേരലിന്റെ ഒരു മേളയാണ്. ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ, സംവാദങ്ങൾ, മറ്റു രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഈ വേദികളിൽ നടക്കാറുണ്ട്. നമുക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത്തരം ആഹ്ലാദങ്ങളോ ആർഭാടങ്ങളോ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് നിർത്തിയില്ല. പക്ഷെങ്കിലും തീർച്ചയായിട്ടും സംവദിക്കാനുള്ള എല്ലാ അവസരവും പൊതുജനങ്ങൾക്കുണ്ടാവും, അതായത് ഡെലിഗേറ്റ്സിനുണ്ടാവും, പ്രതിഷേധിക്കാനുള്ള അവസരം ഉണ്ടാവും. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലബാറിലേക്ക് മേള എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയ ആവേശമാണ്. ഓരോ സ്ഥലങ്ങളിൽ ഈ മേള നടക്കുമ്പോൾ സിനിമകളുടെ ഒരു പ്രസരണം ഉണ്ടാകുന്നത്. അതാണ് പ്രത്യേകിച്ച് മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. 2 സിനിമ കോമ്പറ്റീഷൻ കൂടാതെ 12 മലയാള സിനിമകൾ പ്രദർശിപ്പിക്കും. അതിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാത്ത സിനിമകൾ, പുതിയ സംവിധായകരുടെ സിനിമയുണ്ട്. KP കുമാരനെ പോലെ വളരെ പരിണതപ്രാപ്തനായ വിഖ്യാത സംവിധായകരുടെ സിനിമയൊക്കെ ഇതിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. അവരിപ്പോൾ KP കുമാരൻ തന്നെ ഞങ്ങളോട് സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രം പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഈ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് എപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ചില സിനിമകളില്ല, നമുക്കറിയാം. റിലീസിന് പോലും അവസരമില്ലാത്ത ചില സിനിമകൾ ഉണ്ടാകാറുണ്ട്. അത്തരം സിനിമകൾ 4 കേന്ദ്രങ്ങളിലാവുമ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയ സിനിമകൾ എത്തുന്നു, അതിൻ്റെ റീച്ച് എത്തുന്നു എന്നാണ്. ഗ്രാമോത്സവത്തിലെ കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിയിട്ടാണ് KP കുമാരൻ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ 4 സ്ഥലത്തും ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തു, ഈ സിനിമകൾ പ്രേക്ഷകർ കാണുന്നു എന്നുള്ളൊരു സന്തോഷം. അതുപോലെ തന്നെ പുതിയ കുറെ സംവിധായകരുടെ സിനിമകളുണ്ട്, അവരും നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അപ്പൊ ആ രീതിയിൽ കൂടി ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ടൂറിസ്റ്റ് ഓഫീസ്. അതെല്ലാ വർഷവും ഗ്രാമങ്ങൾക്ക് കേരളം മുഴുവൻ നമ്മൾ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ടൂറിസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. നമുക്ക് സിനിമകൾ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. കണ്ണൂരിന്റെ എല്ലായിടത്തും സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. പക്ഷെ അതിന് കഴിയാതെ പോയിരിക്കുകയാണ്. അപ്പൊ ഈ മേള 4 സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ രീതിയിൽ കൂടി പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളത് അത് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടി ഈ 4 സ്ഥലത്തേക്ക് മേള കിട്ടുന്നുണ്ട്. ഞാൻ ആമുഖമായിട്ട്